അമേരിക്കയിൽ ഒരു വിദ്വാൻ ഒരു സംഗതി കണ്ടുപിടിച്ചു. കണ്ടുപിടുത്തം അതിഗംഭീരം. കണ്ടവർക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഇതിനെന്താ പേരിടുന്നത്, ഈ മനോഹരമായ സംഗതിക്ക്, ഈ ഉപകാരപ്രദമായ സംഗതിക്ക്? അയാൾ പറഞ്ഞു, എന്ത് പേരിടാൻ? ഞാൻ കണ്ടെത്തിയതല്ലേ, ഇതിന് എൻ്റെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ, എനിക്ക്, എൻ്റെ. ഇതിന് എൻ്റെ പേരിട്ടാൽ മതി. എൻ്റെ പേര് ജോസഫ് സിറിൽ ബാംഫോർഡ്. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ വാർത്തകളിൽ ഇടം പിടിച്ച, ഒരു കാലഘട്ടം മുഴുവൻ പത്രവാർത്തകളുടെ തലക്കെട്ടിൽ നിറഞ്ഞു നിന്ന, കേരള രാഷ്ട്രീയത്തിൽ ചില വ്യക്തമായ ദിശാമാറ്റങ്ങൾ അല്ലെങ്കിൽ അധികാര കൈമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വരെ, പൊതു തെരഞ്ഞെടുപ്പിൽ വരെ പ്രതിഫലിച്ച ഒരു കണ്ടെത്തലായിരുന്നു ഈ ജോസഫ് സിറിൽ ബാംഫോർഡ് നടത്തിയത്. പക്ഷേ സ്വന്തം പേരിട്ട ജോസഫ് സിറിൽ ബാംഫോർഡിനെ നമുക്കറിയില്ല. ആ കണ്ടുപിടുത്തം നമുക്ക് അത്ര പരിചയപ്പെട്ടതാണെങ്കിലും, കാരണം അതിൻ്റെ പേര് ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നാണെന്ന് നമുക്കറിയില്ല. നമുക്കതിനെ ചുരുക്കി ജോസഫിൻ്റെ ജെയും സിറിലിൻ്റെ സിയും ബാംഫോർഡിൻ്റെ ബിയും ചേർത്ത് JCB എന്ന് വിളിക്കുന്നതല്ലാതെ അതിൻ്റെ പേരത് കണ്ടുപിടിച്ചവൻ സ്വന്തം പേരിട്ടതാണ് ജോസഫ് സിറിൽ ബാംഫോർഡ് ആണെന്ന് നമുക്കറിയില്ല. താല്പര്യവുമില്ല. സ്വന്തം പേര് ഒഴിവാക്കിയ, അല്ലെങ്കിൽ എൻ്റെ എന്നത് ഉപേക്ഷിച്ച റോൺഷനെ നമുക്കറിയാം. ഞാൻ കൂട്ടിച്ചേർത്ത ജോസഫ് സിറിൽ ബാംഫോർഡിൻ്റെ ഉപകരണം JCB ഒക്കെ നമുക്കറിയാം. പക്ഷേ അയാളെ നമുക്കറിയില്ല. ഞാൻ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പേരാണ് ജ്ഞാനം എന്നതാണ് അറിവും മാനവികതയും തമ്മിലുള്ള ഏറ്റവും വലിയ സമവാക്യം.